പയ്യന്നൂരിൽ അനസ്തേഷ്യ പിഴവ് കാരണം ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. സൂരജ് വിജിഷ ദമ്പതികളുടെ 1.5 വയസ്സുകാരനായ ദേവാൻ ശൗര്യയാണ് മരിച്ചത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം പയ്യന്നൂർ BMH ആശുപത്രിക്ക് മുന്നിൽ ഇന്ന് പ്രതിഷേധിക്കും. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൈജു, ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കുഞ്ഞാണ് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധക്കുറവ് കാരണം മരിച്ചിരിക്കുന്നത്. ഇതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു. തീർച്ചയായും അനുശ്രീ, ഒരു 1.5 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവിന്റെ പേരിൽ ദാരുണമായി മരിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്നാലും ഈ മാസം 5-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ കളിക്കുന്നതിനിടയിൽ പരിക്കേറ്റ്, അതായത് താടിയലിനും അതുപോലെ തന്നെ ചുണ്ടിനും ചെറിയ പരിക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇവരുടെ സമ്മതമില്ലാതെ ഈ കുട്ടിക്ക് അനസ്തേഷ്യ നൽകുകയും ഇതിൽ സ്റ്റിച്ച് ഇടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ കുഞ്ഞിന് ഈ ബോധം വരാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് കുടുംബവും പറയുന്നത്. ഇതിൽ കുടുംബം ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടിരിക്കുന്നത്. അതായത് ഇതിൽ വലിയ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഹിസ്റ്ററി ആലോചിക്കാതെ ഇങ്ങനെ അനസ്തേഷ്യ നൽകിയത്, വെറും 1.5 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അങ്ങനെ അനസ്തേഷ്യ നൽകിയതിൽ വലിയ വീഴ്ചയുണ്ട്. അങ്ങനെ ഒരു പയ്യന്നൂർ പോലീസിൽ ഇവർ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ജലി പൊതുവാൾ എന്ന് പറയുന്ന അനസ്തേഷ്യ വിഭാഗം ഡോക്ടറെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഈ കുടുംബം ആരോപിക്കുന്നത് ഇതിൽ മാനേജ്മെന്റിനും മറ്റു ഡോക്ടർമാർക്കും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇവർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പയ്യന്നൂരിലെ ആശുപത്രിക്ക് മുന്നിൽ ഇവർ വലിയ പ്രതിഷേധം നടത്തും. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി DYFI ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രതിഷേധത്തിനുണ്ടാവും. ഏതായാലും ഈ കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നടക്കുന്നത്. അതിനുശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇതിനിടയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഇന്നുണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പയ്യന്നൂരിലെ ഈ ആശുപത്രിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ കുഞ്ഞ് മരിച്ച ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഇന്നുണ്ടാകും. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുഞ്ഞ് മരണപ്പെട്ടത്. എന്തായാലും വലിയ ചികിത്സാ പിഴവ് ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നു. ഇതിനിടയിൽ തന്നെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മുതിർന്ന ഡോക്ടർമാർ ഉൾപ്പെടെ ഇതിൽ ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത്തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞിന്റെ മരണത്തിൽ കുടുംബത്തോടൊപ്പം ഈ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതോടൊപ്പം ഇതിൽ എല്ലാ നിയമ വശങ്ങൾക്കും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധമാണ് പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. DYFI ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കുടുംബവും ഇന്ന് പ്രതിഷേധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും കുടുംബം പറയുന്നത് കൂട്ടുത്തരവാദിത്വമുണ്ട്, ആശുപത്രി മാനേജ്മെന്റിന് ഉൾപ്പെടെ ഈ ഒരു കേസെടുക്കണം എന്നൊരു ആവശ്യമാണ് അനുശ്രീ ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. ശരി, KV ബൈജു ആണ് കൂടുതൽ വിശദാംശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.